ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് നിങ്ങളുടെ ഒരു പുതിയ ചാപ്റ്ററാണ്. അതായത് അക്കൗണ്ടിങ് റേഷ്യോ എന്നുള്ള ചാപ്റ്ററാണ്, ചാപ്റ്റർ 7. ഇതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ചാപ്റ്റർ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് വീക്കാണല്ലോ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങുക. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് 2-3 ദിവസം കൂടി ഓൺലൈനായിട്ട് തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ ആ ഓൺലൈനായിട്ട് എടുക്കാൻ കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. കാരണം ഇതൊരു വലിയ ചാപ്റ്ററാണ് എങ്കിൽ പോലും സിമ്പിളാണ്, പഠിക്കാൻ പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്ത് വിടാൻ 2-3 ദിവസത്തേക്കായാലും വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്ത് വിടാൻ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ ക്ലാസ് എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്റർ എടുക്കുക എന്നുള്ളത് തീരുമാനിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അക്കൗണ്ടിങ് റേഷ്യോ ചാപ്റ്റർ 7 എന്താണ്? ഫസ്റ്റ് നമുക്ക് റേഷ്യോ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കോൺസെപ്റ്റ് ഓഫ് റേഷ്യോ. എ റേഷ്യോ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു റിലേറ്റഡ് ഫിഗേഴ്സ് എക്സ്പ്രസ്ഡ് മാത്തമാറ്റിക്കലി. ഇറ്റ് ഷോസ് ന്യൂമറിക്കലി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ്. ഇറ്റ് ഈസ് ഫൗണ്ട് ബൈ ഡിവൈഡിങ് വൺ നമ്പർ ബൈ ദി അതർ നമ്പർ. അതായത് ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മളെന്ത് പറയുക, റേഷ്യോ എന്ന് പറയാം. അതായത് റേഷ്യോ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? രണ്ട് ഫിഗേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റേഷ്യോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ റേഷ്യോ നമ്മൾ മാത്തമാറ്റിക്കലിയാണ് എക്സ്പ്രസ് ചെയ്യുക, സംഖ്യാപരമായിട്ട് കണക്കിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തിലെ സെയിൽസും ആ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റും തമ്മിലുള്ള ബന്ധം, അതായത് സെയിൽസും പ്രോഫിറ്റും തമ്മിലുള്ള ബന്ധം. അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിഗറാണ്, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഫിഗറാണ്. ഇങ്ങനെ ഈ രണ്ട് ഫിഗറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതൊരു എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെ രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എന്ത്, റേഷ്യോ എന്ന് പറഞ്ഞത്. ഇനി മീനിങ് ഓഫ് അക്കൗണ്ടിങ് റേഷ്യോ എന്താണെന്ന് നോക്കാം. എന്താണ് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ? അക്കൗണ്ടിങ് റേഷ്യോ ആർ റിലേഷൻഷിപ്പ് എക്സ്പ്രസ്ഡ് ഇൻ മാത്തമാറ്റിക്കൽ ടേംസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് ഫിഗേഴ്സ് വിച്ച് ആർ കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ. ദീസ് റേഷ്യോസ് are calculated from financial statement. These are ratios calculated from financial statements. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, റേഷ്യോ എന്ന് പറഞ്ഞാൽ രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ്, ഒരു മാത്തമാറ്റിക്കൽ ടേമാണ് എന്ന് പറഞ്ഞു. ഇവിടെ അപ്പോൾ അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അക്കൗണ്ടിങ് ഫിഗേഴ്സ്, മനസ്സിലായല്ലോ, അക്കൗണ്ടിങ് ഫിഗേഴ്സ് തമ്മിലുള്ള ബന്ധത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്ന റേഷ്യോ ആണെന്ത്, അക്കൗണ്ടിങ് റേഷ്യോ. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഈ അക്കൗണ്ടിങ് റേഷ്യോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ്. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് തുടങ്ങിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അക്കൗണ്ടിങ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് എക്സ്പ്രഷൻ ഓർ ഫോംസ് ഓഫ് റേഷ്യോ. ഏതൊക്കെ രീതിയിലുള്ള റേഷ്യോസ് ആണ് ഉള്ളത്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ റേഷ്യോസ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ടൈപ്സ് ഓർ ഫോംസ് ഓഫ് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ ഇത് തന്നെയാണ് എഴുതേണ്ടത്. അത് നമുക്ക് പല രീതിയിലുള്ള റേഷ്യോസ് ഉണ്ട്. ഓക്കെ, ഒന്ന് പ്രപ്പോർഷൻ. പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ് എക്സ്പ്രസ്ഡ് ഇൻ കോമൺ ഡിനോമിനേറ്റർ. എക്സാമ്പിൾ, ദ റേഷ്യോ ബിറ്റ്വീൻ കറൻറ്റ് അസറ്റ് ആൻഡ് കറൻറ്റ് ലയബിലിറ്റി വിൽ ബി 3:1. അതായത് ഇവരുടെ രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നത് ഒരു പ്രത്യേക പ്രപ്പോർഷനിലൂടെയാണ്, അനുപാതത്തിലൂടെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കറൻറ്റ് അസറ്റും കറൻറ്റ് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ 3:1 ആണ്. അതായത് ഒരു സ്ഥാപനത്തിൽ അവിടെ കറൻറ്റ് ആൻഡ് അസറ്റ് എന്നല്ല കേട്ടോ, കറൻറ്റ് അസറ്റ് ആൻഡ് കറൻറ്റ് ലയബിലിറ്റി എന്നാണ്. അതായത് ഒരു സ്ഥാപനത്തിൽ 1 രൂപയുടെ കറൻറ്റ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ 3 രൂപയുടെ കറൻറ്റ് അസറ്റ് ഉണ്ട് എന്നർത്ഥം. 1 രൂപ കറൻറ്റ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ 3 രൂപ കറൻറ്റ് അസറ്റ് ഉണ്ട്. അതാണ്
കറൻറ്റ് അസറ്റും കറൻറ്റ് ലയബിലിറ്റികളും തമ്മിലുള്ള റിലേഷൻ 3:1 എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് സെയിൽസും പ്രോഫിറ്റും തമ്മിലുള്ള റേഷ്യോ പറയാം, അങ്ങനെ പലതും പറയാം. അപ്പോൾ ഇങ്ങനെ അനുപാതത്തിൽ പറയുന്നതിനെയാണ് 3:1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തതാണ് പേഴ്സൻറ്റേജ്. പേഴ്സൻറ്റേജ് പറഞ്ഞാൽ ഹിയർ റേഷ്യോ മേ ബി എക്സ്പ്രസ്ഡ് ഇൻ പേഴ്സൻറ്റേജ്. ഇവിടെ നമ്മൾ റേഷ്യോ പറയുന്നത് പേഴ്സൻറ്റേജിലാണ്, ശതമാനത്തിലാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നമ്മൾ സാധാരണ പറയാൻ നെറ്റ് പ്രോഫിറ്റ് ടു സെയിൽസ് ഈസ് 20%. സെയിൽസിൻ്റെ 20% നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. അങ്ങനെ നമ്മൾ പറയാറില്ലേ, ഒരു കാര്യത്തെ മറ്റൊരു കാര്യത്തിൻ്റെ ഇത്ര ശതമാനമാണ് എന്ന് പറയല്ലോ അല്ലേ. ഇപ്പോൾ നമ്മൾ ടോട്ടൽ മാർക്കിൻ്റെ 50% എനിക്ക് കിട്ടിയ മാർക്ക്, അങ്ങനെ പറയുമല്ലോ, അതാണ് പേഴ്സൻറ്റേജ്. ഓക്കെ, അടുത്തത് ടൈംസ്. ടൈംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തവണ, ഇത്ര പ്രാവശ്യം എന്നൊക്കെ പറയില്ലേ, അതാണ് അടുത്തൊരു റേഷ്യോ. റേഷ്യോ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ നമ്പർ ഓഫ് ടൈംസ് എ പെർട്ടിക്കുലർ ഫിഗർ ഈസ് കമ്പയർഡ് ടു അനദർ ഫിഗർ. ഒരു ഫിഗർ മറ്റൊരു ഫിഗറിനെ സംബന്ധിച്ച് എത്ര ടൈംസ് ഉണ്ട്, എത്ര മടങ്ങുണ്ട് എന്നുള്ളത് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇൻ ദിസ് ഇയർ സെയിൽസ് ആർ 4 times ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഈ വർഷത്തെ സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിക്സഡ് അസറ്റിൻ്റെ 4 മടങ്ങാണ്. അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ്, ഈ വർഷത്തെ സെയിൽസ് കഴിഞ്ഞ വർഷത്തെ സെയിൽസിൻ്റെ 4 മടങ്ങാണ്. അങ്ങനെ പറയല്ലോ, 4 times, 5 times, 4 മടങ്ങ്, 5 മടങ്ങ്, 2 മടങ്ങ്, അങ്ങനെയൊക്കെ പറയല്ലോ. അതാണ് ടൈംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മളെന്താ ഭിന്നസംഖ്യ എന്നോ അങ്ങനെയൊക്കെ പറയും അല്ലേ. ഹിയർ റേഷ്യോ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഫ്രാക്ഷൻ. ഇവിടെ നമ്മൾ ഈ ഫ്രാക്ഷനിലാണ് നമ്മൾ റേഷ്യോ കാണിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം, ദ റേഷ്യോ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ടു ഷെയർ ക്യാപിറ്റൽ ഈസ് 4/5. ഷെയർ ക്യാപിറ്റലുമായിട്ട് ഫിക്സ്ഡ് അസറ്റിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 4/5 ആണ്. അതായത് മൊത്തം 5% ഷെയർ ക്യാപിറ്റലുള്ളതിൽ 4% ഫിക്സ്ഡ് അസറ്റിലൂടെയാണ്. അല്ലെങ്കിൽ മൊത്തം ഷെയർ ക്യാപിറ്റലിൻ്റെ 5/4 എന്താണ്, ഫിക്സ്ഡ് അസറ്റാണ്, അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ നമ്മൾ പറയും അല്ലേ. ഇപ്പം നമ്മൾ എന്താ പറയുക, എനിക്ക് 10ൽ 8 മാർക്കുണ്ട്, അങ്ങനെ പറയുമല്ലോ, അതാണ് നമ്മൾ ഫ്രാക്ഷൻ എന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, റേഷ്യോസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് പ്രപ്പോർഷന്, രണ്ടാമത്തെ ടൈപ്സ് ആണ് പേഴ്സൻറ്റേജ്, മൂന്നാമത്തെ ടൈംസിൽ പറയും, നാലാമത്തെ ചിലപ്പോൾ നമ്മൾ ഫ്രാക്ഷനിൽ പറയും. ഓക്കെ, ഇത് 4 തമ്മിലുള്ള മാറ്റം നിങ്ങൾക്ക് എക്സാമ്പിളിൽ നിന്ന് തന്നെ മനസ്സിലാകും. ഓക്കെ, അടുത്തത് എന്താണ് മീനിങ് ഓഫ് റേഷ്യോ അനാലിസിസ്. എന്താണ് റേഷ്യോ അനാലിസിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത്. ഓക്കെ, റേഷ്യോ അനാലിസിസ് ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് അനാലിസിസ്, കമ്പാരിസൺ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുകയും കമ്പാരിസൺ നടത്തുകയും അതിനെ വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ടെക്നിക്കാണെന്ത്, റേഷ്യോ അനാലിസിസ് എന്ന് പറയാം. അതായത് റേഷ്യോ അനാലിസിസിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ വിശകലനം ചെയ്യുകയും താരതമ്യം ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. അതാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ഇറ്റ് ഈസ് എ പ്രോസസ് ത്രൂ വിച്ച് വേരിയസ് റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ആൻഡ് ഓൺ ദാറ്റ് ബേസിസ് കൺക്ലൂഷൻസ് ആർ ഡ്രോൺ ഫോർ ദി പർപ്പസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഈ ഒരു റേഷ്യോ അനാലിസിസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പലതരത്തിലുള്ള റേഷ്യോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ റേഷ്യോസ് ആ റേഷ്യോ അനാലിസിസിലൂടെ കിട്ടിയ കൺക്ലൂഷൻ വെച്ചിട്ട്, അതിലൂടെ കിട്ടുന്ന കൺക്ലൂഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പലതരം തീരുമാനങ്ങൾ നമ്മൾ സ്ഥാപനത്തിൽ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ റേഷ്യോ അനാലിസിസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്താണ്, ഡിസിഷൻ മേക്കിങ്ങിനാണ്. ഓക്കെ, സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുക്കുന്നതിന്, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ സഹായകമാകുക എന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റേഷ്യോ അനാലിസിസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓർ പർപ്പസ് ഓഫ് റേഷ്യോ അനാലിസിസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നമ്മൾ എന്തിനാണ് ഒരു സ്ഥാപനത്തിൽ റേഷ്യോ അനാലിസിസ് നടത്തുന്നത്, അതിൻ്റെ പർപ്പസ് എന്താണ്, ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ടു സ്റ്റഡി ദി ഷോർട്ട് ടേം സോൾവൻസി ഓഫ് എ ഫേം. ഒരു സ്ഥാപനത്തിൻ്റെ ഷോർട്ട് ടേം ആയിട്ടുള്ള സോൾവൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. സോൾവൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആ സ്ഥാപനത്തിൻ്റെ ഒരു കപ്പാസിറ്റി ടു റീപേ ഇറ്റ്സ് ലയബിലിറ്റി എന്ന് പറയാം. അതായത് സോൾവൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാപനത്തിന് അതിൻ്റെ ബാധ്യത തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി. നിങ്ങൾക്കറിയാം, ഏതൊരു സ്ഥാപനത്തിനും ബാധ്യതകൾ ഉണ്ടാവും. ആ ബാധ്യത തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റിനെ നമ്മൾ സോൾവൻസി എന്ന് പറയാം.
ഓക്കെ. അങ്ങനെ നമുക്കുള്ള ബാധ്യത തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി നമുക്കില്ലെങ്കിൽ, നമുക്ക് അതിനനുസരിച്ചുള്ള അസറ്റ് ഇല്ലാച്ചെങ്കിൽ നമ്മൾ എന്താണ് പറയുക, നമ്മൾ പലപ്പോഴും ഇൻസോൾവെൻ്റ് എന്ന് പറയും. നമ്മൾ പാപ്പരാകുക, ഇൻസോൾവെൻ്റ് ആകുക എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ഏതൊരു ഫേമും നല്ലൊരു ഫേമാണെങ്കിൽ അത് സോൾവെൻ്റ് ആയിരിക്കണം. അതായത് അതിൻ്റെ ബാധ്യത തീർക്കാനുള്ള ഒരു കപ്പാസിറ്റി ആ ഫേമിനുണ്ടായിരിക്കണം. അത് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഫേമിൻ്റെ പേരിലുള്ള അസറ്റായിട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല. ലാബിലിറ്റിക്ക് അനുസരിച്ചുള്ള അല്ലെങ്കിൽ ആ ലാബിലിറ്റി തീർക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു മൂലധനം നമുക്ക് എന്ത് വേണം, നമ്മുടെ കയ്യിൽ വേണം. ആ ഒരു അവസ്ഥയാണ് സോൾവൻസി എന്ന് പറയാം. അപ്പം ഷോർട്ട് ടേം ആയിട്ടുള്ള സോൾവൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ, അതേപോലെ ടു സ്റ്റഡി ദി ലോങ് ടേം സോൾവൻസി ഓഫ് ദി ഫേം, ഒരു ഫേമിൻ്റെ ലോങ് ടേം സോൾവൻസി എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ. മൂന്നാമത്തത് ടു ഡിറ്റർമിൻ ദി പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ഫേം, ഒരു ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ. നാലാമത്തത് ടു മെഷർ ദി പെർഫോമൻസ് ഓഫ് ദി ഫേം, നമ്മുടെ ഫേമിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ. അടുത്തത് ടു ഫെസിലിറ്റേറ്റ് ദ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്, സാമ്പത്തിക പ്രവചനത്തിന് സൗകര്യം ചെയ്യുന്നു. അതായത് നമുക്ക് റേഷ്യോ അനാലിസിസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഭാവിയിലേക്കുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത 2 വർഷത്തേക്ക് നമുക്ക് ഇത്ര എക്സ്പെൻസ് വരും, അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് നമുക്ക് അഡ്വർടൈസിങ്ങിന് ഇത്ര ചിലവ് വേണ്ടി വരും, അല്ലെങ്കിൽ അടുത്ത വർഷം നമ്മുടെ സെയിൽസ് ഇത്ര കണ്ട് കൂടാം. അങ്ങനെ പല ഫോർകാസ്റ്റിംഗ്, മുൻകൂട്ടി പല കാര്യങ്ങളും പ്രവചിക്കാൻ നമുക്ക് ഈ ഒരു റേഷ്യോ അനാലിസിസ് നമ്മളെ സഹായിക്കുന്നു. അടുത്തത് ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ, നമ്മുടെ സ്ഥാപനത്തെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെ കമ്പയർ ചെയ്യാൻ, അത് മറ്റു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് കമ്പയർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ പ്രീവിയസ് ഇയറിലുള്ള മുൻ വർഷകാലങ്ങളിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യാം. ഉദാഹരണമായിട്ട് 2021 ഫിനാൻഷ്യൽ ഇയറിനെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയറിൻ്റെ 2021 പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിനെ 2020 പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടുമായിട്ട് താരതമ്യം ചെയ്യാം. അല്ലെങ്കിൽ 2020 പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിനെ 2019 പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടുമായിട്ട് താരതമ്യം ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിനെ നമ്മുടെ അതുപോലെ ബിസിനസ് ചെയ്യുന്ന, സിമിലറായിട്ട് ബിസിനസ് ചെയ്യുന്ന മറ്റൊരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടുമായിട്ട് താരതമ്യം ചെയ്യാം. ഇങ്ങനെ പരസ്പരം താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അടുത്തത് ടു കമ്മ്യൂണിക്കേറ്റ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദി ഫേം, സ്ഥാപനത്തിൻ്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇത് സഹായിക്കുന്നു. അടുത്തത് ടു ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മാനേജ്മെൻറ്റ് പല ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, റേഷ്യോ അനാലിസിസ് കാണുന്നത് തന്നെ. അപ്പം റേഷ്യോ അനാലിസിസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ് എന്ത്, മാനേജ്മെൻറ്റിനെ ഡിസിഷൻ മേക്കിങ്ങിൽ എടുക്കുന്നതിൽ സഹായിക്കുന്നു എന്നുള്ളത്. ഓക്കെ. അടുത്തത് അഡ്വാൻറ്റേജസ് ഓർ യൂസസ് ഓർ യൂട്ടിലിറ്റി ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ്. അക്കൗണ്ടിങ് റേഷ്യോസിൻ്റെ അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസിൻ്റെ, രണ്ട് ചോദിച്ചാലും തന്നെയാണ് എഴുതേണ്ടത്. റേഷ്യോ അനാലിസിസിൻ്റെ അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേഷ്യോയുടെ അഡ്വാൻറ്റേജ് എന്താണ്, ഗുണങ്ങൾ എന്താണ്, അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, അഡ്വാൻറ്റേജസ് ടു മാനേജ്മെൻറ്റ്. ഒരു മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ് റേഷ്യോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ് മെച്ചം? കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാണ് ടു ഫോർമുലേറ്റ് പോളിസീസ്. നിങ്ങൾക്കറിയാം മാനേജ്മെൻറ്റിന് നമ്മുടെ സ്ഥാപനത്തിൽ പല പോളിസികളും ഉണ്ടാക്കേണ്ടി വരും. ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ് അല്ലേ, നമുക്ക് ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ പ്രവചിക്കാനും മുൻകൂട്ടി പ്ലാൻ ചെയ്യാനും, അതേപോലെ ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻസ് എടുക്കാൻ, സ്ഥാപനത്തിൻ്റെ പെർഫോമൻസും എഫിഷ്യൻസിയും ഒക്കെ മെഷർ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അക്കൗണ്ടിങ് റേഷ്യോ എന്ത് ചെയ്യുന്നു, മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു. രണ്ടാമത്തത് അഡ്വാൻറ്റേജസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഒരു സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഷെയർ വാങ്ങിയിട്ടുള്ള ആളുകൾക്ക്, ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് എന്താണ് മെച്ചം? അത് ടു സെലക്ട് ബെസ്റ്റ് കമ്പനീസ് ഫോർ ഇൻവെസ്റ്റിംഗ്. അതായത് ഇപ്പോൾ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് കമ്പനീസ് ഏതാണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ. ഉദാഹരണം പറയാം, ഞാനൊരു കമ്പനിയുടെ ഷെയർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം, റേഷ്യോ അനാലിസിസ് നടത്താം. അതിലൂടെ കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ട് എനിക്ക് ആ കമ്പനിയുടെ ഷെയർ വാങ്ങണ്ടേ എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ കമ്പനിയുടെ പെർഫോമൻസും പ്രോഫിറ്റബിലിറ്റിയും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ, വിശകലനം ചെയ്യാനും ഷെയർ ഹോൾഡേഴ്സിനെ ഇത് സഹായിക്കുന്നു. അടുത്തത് റേഷ്യോ അനാലിസിസിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജ് ആണ്
അഡ്വാൻറ്റേജസ് ടു ക്രെഡിറ്റേഴ്സ്, സ്ഥാപനത്തിന് കടം തന്നിട്ടുള്ള വായ്പ തന്നിട്ടുള്ള ആളുകൾക്ക് ബാങ്ക് പോലെയുള്ള അല്ലെങ്കിൽ മറ്റു ക്രെഡിറ്റേഴ്സിന് എന്തൊക്കെയാണ് ബെനിഫിറ്റ്. ഒന്ന്, ടു ഹെൽപ്സ് ടു മെഷർ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് എ ഫേം, നമ്മുടെ ഫേമിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ. അതായത് ഫേമിൻ്റെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട് അല്ലെങ്കിൽ ക്യാഷിന് തുല്യമായിട്ടുള്ള എന്തൊക്കെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ. ഇതെന്തിനാണ് ക്രെഡിറ്റേഴ്സ് നോക്കുന്നത്? കാരണം ക്രെഡിറ്റേഴ്സ് ഈ ഫേമിന് കടം തരുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തന്നിട്ടുള്ള പണം തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി ഇവർക്കുണ്ടോ, അതിനനുസരിച്ചുള്ള ഒരു ലിക്വിഡിറ്റി ഈ ഫേമിനുണ്ടോ എന്നുള്ളത് അവർ സ്വാഭാവികമായിട്ടും ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടിങ് റേഷ്യോസ് ഉപയോഗിക്കാം. അതേപോലെ ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദി ഫേം, അതായത് ഈ ഫേമിൻ്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ. ഇതെന്തിനാണ് മനസ്സിലാക്കുന്നത്? ഇവർക്ക് ഈ ഫേമിന് വായ്പ കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് അഡ്വാൻറ്റേജസ് ടു എംപ്ലോയീസ്, ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എന്താണ് മെച്ചം. റേഷ്യോ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നതിലൂടെ അവിടുത്തെ എംപ്ലോയീസിന് എന്താണ് മെച്ചം. ഒന്ന്, ടു ഡിമാൻഡ് മോർ വേജസ്, കൂടുതൽ സാലറി ആവശ്യപ്പെടാം. എങ്ങനെ? ഇവർക്ക് എംപ്ലോയീസിൻ്റെ സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ പലതരത്തിലുള്ള റേഷ്യോസ് ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും. എത്രത്തോളം ലാഭം ഉണ്ടാക്കുന്നുണ്ട്, പ്രോഫിറ്റബിലിറ്റി കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ എന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ അതിനനുസരിച്ച് അതിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് ഇവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സ്ഥാപനമാണെന്ന് മനസ്സിലായാൽ അവർക്ക് കൂടുതൽ വേജസ് അല്ലെങ്കിൽ സാലറി ഒക്കെ എന്ത് ചെയ്യാം, ഇവർക്ക് ഡിമാൻഡ് ചെയ്യാം. അതേപോലെ ടു അണ്ടർസ്റ്റാൻഡ് ദ സെക്യൂരിറ്റി ഓഫ് ദെയർ ജോബ്, അവരുടെ ജോലിയെ സംബന്ധിച്ചുള്ള സെക്യൂരിറ്റി, അവരുടെ ജോലി എത്രത്തോളം സെക്യൂർഡ് ആണ്, ഈ ജോലിയുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ, ഈ ജോലിക്ക് വല്ല സെക്യൂരിറ്റി ഉണ്ടോ, അതോ ഈ ജോലി അധികം വൈകാതെ നഷ്ടപ്പെടുമോ, തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും ഈ അക്കൗണ്ടിങ് റേഷ്യോ ഉപയോഗിക്കാം. അടുത്തത് അഡ്വാൻറ്റേജസ് ടു ഗവൺമെൻറ്, ഗവൺമെൻറ്റിന് എന്തൊക്കെയാണ് മെച്ചം എന്നുള്ളത്. ഒന്നിട്ട് ഫോർമുലേറ്റ് വേരിയസ് റൂൾസ് ആൻഡ് പോളിസീസ്, പലതരം ബിസിനസ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലതരം റൂൾസുകളും പോളിസികളും ഒക്കെ ഉണ്ടാക്കാൻ. അടുത്തത് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സ് ആൻഡ് എംപ്ലോയീസ് എക്സെട്ര, എംപ്ലോയീസിൻ്റെ ഇൻട്രസ്റ്റ് അതേപോലെ കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ, എംപ്ലോയീസിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ. ഓക്കെ, കാരണം എംപ്ലോയീസിന് സ്ഥാപനം ഉണ്ടാക്കുന്ന ലാഭത്തിനനുസരിച്ചുള്ള വേതനം കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ സ്ഥാപനം കസ്റ്റമേഴ്സിനെ ഏതെങ്കിലും രീതിയിൽ ചീറ്റ് ചെയ്യുന്നുണ്ടോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എന്ത് ഉപയോഗിക്കും, ഗവൺമെൻറ്റിന് വേണമെങ്കിൽ അക്കൗണ്ടിങ് റേഷ്യോസ് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് അക്കൗണ്ടിങ് റേഷ്യോസ് കൊണ്ടുള്ള ബെനഫിറ്റ്. ഓക്കെ, അഡ്വാൻറ്റേജ്. അടുത്തത് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് റേഷ്യോ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് അക്കൗണ്ടിങ് റേഷ്യോ കൊണ്ടുള്ള അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസിൻ്റെ മെച്ചങ്ങളാണ്, ബെനഫിറ്റുകളാണ് നമ്മൾ പറഞ്ഞത്, അഡ്വാൻറ്റേജുകളാണ് പറഞ്ഞത്. ഇനി നമ്മൾ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഡീമെറിറ്റ്, ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തേതാണ് ഇൻഹറൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്, അതായത് അക്കൗണ്ടിങ്ങിൻ്റെ എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടോ അതൊക്കെ അക്കൗണ്ടിങ് റേഷ്യോനെ ബാധിക്കും. കാരണം നിങ്ങൾക്കറിയാം അക്കൗണ്ടിങ് റേഷ്യോ അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസ് നമ്മൾ എങ്ങനെയാണ് നടത്തുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഉണ്ടാക്കുന്ന ഇൻഫർമേഷൻ നമ്മൾ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ച് അതിലുള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റേഷ്യോ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ്ങിലുള്ള പിഴവുകൾ സ്വാഭാവികമായിട്ടും നമ്മുടെ റേഷ്യോ അനാലിസിസിലും പിഴവ് ഉണ്ടാക്കും. കാരണം എന്താ, ആ അക്കൗണ്ടിങ്ങിൽ ചെയ്തിട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മൾ റേഷ്യോ അനാലിസിസിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും റേഷ്യോ അനാലിസിസിലും മിസ്റ്റേക്ക് വരും. അതാണ് പറഞ്ഞത്. അടുത്തത് നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ആർ ഇഗ്നോർഡ്, അതായത് പണപരമല്ലാത്ത ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പരിഗണിക്കുന്നില്ല. അതായത് പണപരമായിട്ട് നമുക്ക് അളക്കാൻ കഴിയുന്ന കൃത്യമായിട്ട് ഇത്ര മൂല്യമുള്ള എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ റേഷ്യോ അനാലിസിസ് ഉപയോഗിക്കുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിനോടുള്ള കസ്റ്റമറുടെ ലോയൽറ്റി അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ ലോയൽറ്റി അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ ഇടയിലുള്ള കോപ്പറേഷൻ, ഇതൊക്കെ നല്ല ക്വാളിറ്റികളാണ് അല്ലേ. പക്ഷേ ഇതൊന്നും നമുക്ക് പണപരമായിട്ട് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറയാം, 10 ലക്ഷം രൂപയുടെ കോപ്പറേഷൻ ഉണ്ട് എംപ്ലോയീസിൻ്റെ ഇടയിൽ, അങ്ങനെ പറയാൻ പറ്റുമോ? എംപ്ലോയീസിൻ്റെ ഇടയിലുള്ള സഹകരണം 25 ലക്ഷത്തിൻ്റെ സഹകരണമാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, പണപരമായിട്ട് നമുക്ക് അതിനെ നിർവചിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഗുഡ് ക്വാളിറ്റീസ് ഉണ്ടാവും, ഗുഡ് ക്വാളിറ്റീസും ബാഡ് ക്വാളിറ്റീസും ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ അക്കൗണ്ടിങ് റേഷ്യോയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ,
അപ്പോൾ മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമേ ഇതിൽ പരിഗണിക്കുന്നുള്ളൂ. നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. അടുത്തത് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജഡ്ജ്മെൻറ്റ്. അതായത് നമുക്ക് ജഡ്ജ്മെൻറ്റ് നടത്താനുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല എന്ന് പറഞ്ഞാൽ, ജഡ്ജ്മെൻറ്റിനുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. അതായത് അക്കൗണ്ട് റേഷ്യോ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലൂടെ കിട്ടുന്ന റിസൾട്ട് ഉപയോഗിച്ചിട്ട് പല കമ്പാരിസണും നടത്താം, പല ജഡ്ജ്മെൻറ്റും നമുക്ക് നടത്താം. എങ്കിൽ പോലും അക്കൗണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ സ്ഥാപനത്തിൽ വേറെ ഒരു ജഡ്ജ്മെൻറ്റ് നടത്തണ്ട, വേറെ ഒന്നും നടത്തണ്ട. അത് വെച്ചിട്ട് സ്ഥാപനത്തിൻ്റെ മുഴുവൻ ഡിസിഷൻസും എടുക്കാം, മുഴുവൻ ജഡ്ജ്മെൻറ്റും നടത്താം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അക്കൗണ്ടിങ് റേഷ്യോക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അക്കൗണ്ട് റേഷ്യോ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അതിനൊക്കെ ഉപയോഗിക്കാം. പക്ഷേ അക്കൗണ്ട് റേഷ്യോ ഉണ്ട് എന്ന് വെച്ച് സ്ഥാപനത്തിലുള്ള എല്ലാ തീരുമാനങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു അക്കൗണ്ട് റേഷ്യോ മതി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, അതാണ് പറഞ്ഞത്. അടുത്തത് ദർ ഈസ് നോ എ സിംഗിൾ ബെസ്റ്റ് ആൻഡ് സ്യൂട്ടബിൾ റേഷ്യോ. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരൊറ്റ റേഷ്യോ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരുപാട് റേഷ്യോസ് ഉണ്ട്. ഈ പല റേഷ്യോസും നമ്മൾ പല സിറ്റുവേഷനിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാ സിറ്റുവേഷനിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരൊറ്റ റേഷ്യോ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഓരോ സാഹചര്യം വരുമ്പോൾ ഓരോ റേഷ്യോസിനെയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഷ്യോ ഏതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടാണ് നമ്മൾ റേഷ്യോ കണ്ടെത്തേണ്ടത്. അല്ലാതെ എല്ലാ സ്ഥലത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ നമുക്ക് അവൈലബിൾ അല്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റേഷ്യോയിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ഓപ്ഷൻ. അടുത്തത് ലാക്ക് ഓഫ് ആഡിക്വേറ്റ് സ്റ്റാൻഡേർഡ്സ്. ഇങ്ങനെ റേഷ്യോസിനെ നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ അതിനുള്ള ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്, ഒരു വെൽ അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ് അവൈലബിൾ അല്ല. അടുത്തത് വിൻഡോ ഡ്രസ്സിങ്. വിൻഡോ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ മനഃപൂർവ്വം മാനിപ്പുലേഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയുക. അതായത് സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റിലും പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലൊക്കെ കൃത്രിമമായ രീതിയിൽ മാനിപ്പുലേഷൻ നടത്തുക. അതായത് ഇപ്പോൾ ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും, അവരുടെ പ്രോഫിറ്റൊക്കെ ഉയർത്തി കാട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ കമ്പനിയുടെ ഷെയറുകളൊക്കെ കൂടുതൽ ആളുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ മാനിപ്പുലേഷൻ നടത്തും. പ്രോഫിറ്റൊക്കെ കൂട്ടി കാണിക്കും. അല്ലെങ്കിൽ എന്താ, സ്ഥാപനത്തിനുണ്ടായ ചെലവുകളൊന്നും കാണിക്കാതിരിക്കും. ചെലവുകൾ കാണിക്കാതിരിക്കുന്നത് എന്തിനാണ്, പ്രോഫിറ്റ് ഉയർന്ന് കാണാൻ വേണ്ടിയിട്ട് അല്ലേ. ചെലവ് കാണിച്ചാൽ നിങ്ങൾക്കറിയാം, ചെലവ് കഴിയുമ്പോൾ പ്രോഫിറ്റ് കുറയും. അപ്പോൾ ചെലവൊന്നും കൃത്യമായ രീതിയിൽ റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ പ്രോഫിറ്റ് ഉയർന്നതായി തോന്നും. ചില സമയത്ത് പ്രോഫിറ്റ് വളരെ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ഇല്ലാത്ത പല എക്സ്പെൻസുകളൊക്കെ അതിൽ ആഡ് ചെയ്യും. ഓക്കെ, അത്തരം രീതികളൊക്കെ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ മാനിപ്പുലേഷൻ നടത്തുന്നതിനാണ് നമ്മളെന്ത് പറയുക, വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വിൻഡോ ഡ്രസ്സിങ് നമ്മുടെ അക്കൗണ്ടിങ് റേഷ്യോനെ ബാധിക്കും. അതായത് ഇത്തരത്തിൽ മാനിപ്പുലേഷൻ നടത്തിയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്നുള്ള ഇൻഫർമേഷനാണ് നമ്മൾ അക്കൗണ്ടിങ് റേഷ്യോക്ക് അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ ആ റേഷ്യോ അനാലിസിസിൽ കിട്ടുന്ന റിസൾട്ടും എന്തായിരിക്കില്ല, കൃത്യമായിരിക്കില്ല. കാരണം നമ്മൾ കൃത്യമല്ലാത്ത ഇൻഫർമേഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അതിലൂടെ കിട്ടുന്ന റിസൾട്ടും എന്താവില്ല, കൃത്യമായിരിക്കില്ല. അടുത്തത് പ്രൈസ് ലെവൽ ചേഞ്ചസ്. നമ്മുടെ രാജ്യത്ത് പ്രൈസ് ലെവൽ വളരെയധികം ഇങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കൂടുകയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് കുറയുകയാണ്. ഭയങ്കരമായിട്ടുള്ള പ്രൈസ് ലെവൽ ചേഞ്ച് ഉണ്ടായാൽ നമ്മൾ അക്കൗണ്ടിങ് റേഷ്യോ ഉപയോഗിച്ച് എടുക്കുന്ന ഡിസിഷൻസിനെയൊക്കെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓർ ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് റേഷ്യോ. അക്കൗണ്ടിങ് റേഷ്യോ ഏതൊക്കെ ടൈപ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലമായിട്ട് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ട് 2 ടൈപ്പാണുള്ളത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് നമ്മൾ ഏത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ അക്കൗണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 3 റേഷ്യോസ് ആണുള്ളത്. ഒന്ന് ബാലൻസ് ഷീറ്റ് ഓർ ഫിനാൻഷ്യൽ റേഷ്യോ. അതായത് ഇതിൽ ബാലൻസ് ഷീറ്റ് എന്നുള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇതിലുള്ള റേഷ്യോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നുള്ള ഇൻഫർമേഷൻ മാത്രമാണ്. അടുത്തത് കോമ്പൈൻഡ് ഓർ മിക്സ്ഡ് റേഷ്യോ. ഇവിടെ എന്താണ്, കോമ്പൈൻഡ് ആണ് അല്ലെങ്കിൽ മിക്സ്ഡ് ആണ്. അതായത് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൽ നിന്നും അതേപോലെ ബാലൻസ് ഷീറ്റിൽ നിന്നുള്ള രണ്ടിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ റേഷ്യോസ് കാണുന്നത്. അങ്ങനെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 3 എണ്ണമാണുള്ളത്.
ബാലൻസ് ഷീറ്റ് ഓർ ഫിനാൻഷ്യൽ റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ, കോമ്പൗണ്ട് ഓർ മിക്സ്ഡ് റേഷ്യോ. അടുത്തത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നേച്ചർ ഓർ ഫങ്ഷൻ. ഈ റേഷ്യോയുടെ നേച്ചർ എന്താണ്, ഫങ്ഷൻ എന്താണ് എന്നുള്ളതിൻ്റെ ബേസിൽ ഈ റേഷ്യോ എന്ത് പർപ്പസിന് വേണ്ടിയിട്ട് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രധാനമായിട്ട് 5 തരംതിരിക്കാം. ഒന്ന് ലിക്വിഡിറ്റി റേഷ്യോ, ലിവറേജ് റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ എന്താണ് എന്നുള്ളത് വിശദീകരിച്ച് പറയുന്നില്ല, കാരണം ഇവ ഓരോന്നും ഇനിയുള്ള വീഡിയോസിൽ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇവ ഓരോന്നുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഓരോന്നും ആ ഒരു സമയത്ത് കൃത്യമായ രീതിയിൽ വിശദീകരിക്കും. ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ എങ്ങനെയാണ് വരിക എന്നുള്ളതൊക്കെ നമ്മൾ അതിൽ ചെയ്യും. ഓക്കെ, താങ്ക് യു.